ഹായ് എവരിവൺ. നമ്മുടെ കൈയും കാലും കണ്ണും ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില വ്യത്യാസങ്ങളുണ്ട് രണ്ട് സൈഡ് തമ്മിലും. ഒരു സൈഡ് ഡോമിനന്റ് ആയിരിക്കും. എന്നാൽ ഇതുപോലെയാണോ നമ്മുടെ ബ്രെയിനിന്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും? നിങ്ങൾ ഈ തിയറി കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ റൈറ്റ് സൈഡ് ഡോമിനന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റീവ് ആണ്, ലെഫ്റ്റ് സൈഡ് ഡോമിനന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോജിക്കൽ ആണ് എന്നൊക്കെ. ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ, എന്തെങ്കിലും സയന്റിഫിക് എവിഡൻസ് ഉണ്ടോ, അതോ ഇത് വെറും മിത്താണോ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്രെയിനിന്റെ രണ്ട് വശങ്ങളിൽ ഒരു വശം കുറച്ച് കൂടുതൽ ആക്റ്റീവ് ആണെന്ന് പറയുന്നതിനെയാണ് ബ്രെയിൻ ഡോമിനൻസ് എന്ന് പറയുന്നത്. 2024 ഞാനിപ്പോൾ പറയുന്നു ഇതൊരു മിത്താണെന്ന് പറയുന്നു. പക്ഷെ 1981 നോബൽ പ്രൈസ് കിട്ടിയ ഒരു റിസർച്ചിന്റെ ഓവർ സിംപ്ലിഫൈഡ് വെർഷനാണിത്. ന്യൂറോ ബയോളജിസ്റ്റായ റോജർ ഡബ്ല്യു സ്പെറിക്കാണ് ഈ റിസർച്ചിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്കൂളുകളിലും കോളേജുകളിലും സൈക്കോളജിയിലും അതുപോലെ തന്നെ ന്യൂറോളജിയിലും ഒക്കെ ഈ ബ്രെയിൻ ഡോമിനൻസ് തിയറി ആളുകൾ പഠിച്ചിട്ടുണ്ട്, കുറെ കാലമായി വിശ്വസിച്ച് പോന്നിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു മിത്താണ്, ഇതിനൊരു സയന്റിഫിക് ബേസിസ് ഇല്ല എന്ന് പറയുന്നത്? അതിലേക്ക് വരുന്നതിന് മുന്നേ ഇദ്ദേഹം ശരിക്കും എന്ത് റിസർച്ചാണ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. റോജർ ഡബ്ല്യു സ്പെറി ചെയ്തത് സ്പ്ലിറ്റ് ബ്രെയിൻ എക്സ്പെരിമെന്റേഷൻ ആണ്. ശരിക്കും റൈറ്റ് ഹെമിസ്ഫിയർ ഓഫ് ബ്രെയിനിനെയും ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഓഫ് ബ്രെയിനിനെയും വേർതിരിച്ച് അതിന്റെ ഫംഗ്ഷൻസ് പഠിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. പക്ഷേ നമ്മുടെ ബ്രെയിനിന്റെ റൈറ്റ് സൈഡിനെയും ലെഫ്റ്റ് സൈഡിനെയും കണക്ട് ചെയ്തുകൊണ്ട് നെർവ് ട്രാക്റ്റുകൾ ഉണ്ട്. അതിനെയാണ് കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. ഇതവിടെ എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം ഇത് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഇവയെ വേർതിരിച്ചുള്ള പഠനം പോസിബിൾ അല്ല. അതായത് കോർപ്പസ് കലോസം എന്ന് പറയുന്നത് ഈ രണ്ട് വശത്തെയും കണക്ട് ചെയ്ത് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്ന ഒരു നെർവ് ട്രാക്റ്റ് ആണ്. ഉദാഹരണത്തിന് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് കമ്മ്യൂണിക്കേഷൻ വഴി സുഗമമായിട്ട് ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകുന്നത് പോലെ. എന്നാൽ ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായാൽ എല്ലാം അവതാളത്തിലാകും എന്ന് പറഞ്ഞതുപോലെ തന്നെ കോർപ്പസ് കലോസം ഇല്ലാതായാൽ ഒരു ശരീരത്തിൽ രണ്ട് ബ്രെയിൻ ഉണ്ടായ അവസ്ഥയായിരിക്കും. അതായത് വലത്തെ സൈഡ് അതിന് തോന്നുന്ന പോലെയും ഇടത്തെ സൈഡ് അതിന് തോന്നുന്ന പോലെയും പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ഒരാൾക്ക് ലിറ്ററലി രണ്ട് തലച്ചോറുണ്ടാവുന്ന അവസ്ഥ. പണ്ട് കാലത്ത് അപസ്മാര രോഗത്തിനുള്ള ചികിത്സയായിരുന്നു കോർപ്പസ് കലോസം നീക്കം ചെയ്യുക എന്നത്. മരുന്നുകൊണ്ട് ഭേദമാകാത്ത കൂടിക്കൂടി വരുന്ന അപസ്മാര രോഗത്തിനാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡൊക്കെ അഡ്വാൻസ് ചെയ്ത് ഒരുപാട് മരുന്നുകളൊക്കെ വന്നപ്പോൾ ഈ സർജറിയുടെ ആവശ്യം ഇല്ല. ഇങ്ങനെ സർജറി കഴിഞ്ഞ പേഷ്യൻസിന് സ്പ്ലിറ്റ് ബ്രെയിൻ സിൻഡ്രോം എന്ന അവസ്ഥയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം സബ്ജക്റ്റുകളിലാണ് സ്പെറി തന്റെ പഠനങ്ങൾ നടത്തിയത്. എന്തായാലും ഈ റിസർച്ചിലൂടെ അദ്ദേഹത്തിന് ബ്രെയിനിന്റെ റൈറ്റ് സൈഡിന്റെയും ലെഫ്റ്റ് സൈഡിന്റെയും ഏകദേശം വ്യത്യസ്തമായ ഫങ്ഷൻസ് ആണെന്നും അതെന്തൊക്കെയാണെന്നും മനസ്സിലായി. നമ്മുടെ ബ്രെയിനിന്റെ ഇടത് ഭാഗം മെയിൻ ആയിട്ടും നമ്മുടെ സംസാരം, അതായത് സ്പീച്ച്, ഭാഷ, ലാംഗ്വേജ്, ലെറ്റർ, നമ്പർ, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ലോജിക്കൽ സ്കില്ല്, ഇതിനെയൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും എന്നാൽ റൈറ്റ് സൈഡ് കൂടുതലും ക്രിയേറ്റിവിറ്റി, സ്പേഷ്യൽ പെർസെപ്ഷൻ, ഇമോഷൻ, ഒരു സാധനം, ഒരു വ്യക്തി, ഒരു സ്ഥലം, ഇതിനെയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ്, ഇതൊക്കെയാണ് ഡീല് ചെയ്യുന്നതും എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ. എന്നാൽ ഇദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളെ പലരും മിസ്ഇന്റർപ്രിറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ ബ്രെയിനിന്റെ റൈറ്റ് സൈഡ് ആയിരിക്കും സ്ട്രോങ്ങും ആക്റ്റീവും ഡോമിനന്റും, അതുപോലെ തന്നെ ലോജിക്കൽ ആയിട്ടുള്ള ആളുകളുടെ ബ്രെയിനിന്റെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും ഡോമിനന്റും ആക്റ്റീവും എന്നൊരു കൺക്ലൂഷനിലേക്ക്, തെറ്റായ കൺക്ലൂഷനിലേക്ക് ഇത് നയിച്ചു. പിന്നെ എപ്പോഴാണ് ഇതൊരു മിത്താണെന്ന് മനസ്സിലായത്? 2013 കുറച്ച് ന്യൂറോ സയന്റിസ്റ്റുകൾ ഒരു പഠനം നടത്തി. ഇദ്ദേഹത്തിന്റെ പഠനത്തിന് റിവ്യൂ ചെയ്തുള്ള പഠനം. അതിൽ കുറച്ച് ക്രിയേറ്റീവ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നതും കുറച്ച് ലോജിക്കൽ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനുകൾ അത്തരം സ്കില്ലുകൾ ഡിമാൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള ആൾക്കാരെ അവർ സ്കാൻ വഴി ഇവരുടെ ഏത് സൈഡ് ബ്രെയിനാണ് കൂടുതൽ ആക്റ്റീവ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ എല്ലാ ആളുകളിലും ബ്രെയിനിന്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും തമ്മിൽ അവർ യാതൊരു വ്യത്യാസവും കണ്ടെത്തിയില്ല. ഒരുപോലെയുള്ള ആക്ടിവിറ്റിയാണ് ലോജിക്കലായിട്ടുള്ള ആൾക്കാരിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിലും ബ്രെയിനിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉണ്ടായിരുന്നത്. ഈ ഒരു ഐസൊലേറ്റഡ് സ്റ്റഡിയുടെ ബേസിസിലല്ല ഇതൊരു മിത്താണെന്ന് പറയുന്നത്. തുടർന്ന് ധാരാളം സ്റ്റഡീസ് ഇതിനെപ്പറ്റി ഉണ്ടായി. എല്ലാത്തിലും ഇതേ റിസൾട്ട് തന്നെ ലഭിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ക്രിയേറ്റീവ്, ലോജിക്ക് എന്നുള്ള ഡിവിഷൻ തന്നെ ഭയങ്കര മണ്ടത്തരമാണ്. കാരണം ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോലികളും ലോജിക്ക് ആവശ്യമാണ്. ലോജിക്ക് അപ്ലൈ ചെയ്യുന്ന ജോലികളിൽ ക്രിയേറ്റിവിറ്റിയും ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വളരെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. എന്നാലും അതിന് എത്രത്തോളം ക്രിയേറ്റീവ് ആപ്ലിക്കേഷൻസ് ആണുള്ളത്? ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹത്തിന്റെ ആർട്ട് നല്ലതാണെങ്കിൽ അയാൾ ലോജിക്കും കൂടെ അപ്ലൈ ചെയ്ത് വർക്ക് ചെയ്താലേ പറ്റുകയുള്ളൂ. അപ്പം ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ജോലികൾ പ്രവർത്തിക്കാൻ ബ്രെയിനിന്റെ രണ്ട് സൈഡും ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. ഒരുപക്ഷെ ചില ഏരിയാസ്, ചില കാര്യങ്ങളിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. അത്തരം ന്യൂറോണൽ കണക്ഷൻസും ന്യൂറോൺസും വളരെയധികം ആക്റ്റീവ് ആയിരിക്കും. എന്നിരുന്നാലും രണ്ട് സൈഡ് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ആ ഒരു ആക്ടിവിറ്റി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, APPLE എന്ന് എഴുതിയാൽ ആപ്പിൾ ആണെന്ന് മനസ്സിലാക്കാൻ ലെഫ്റ്റ് സൈഡ് ഓഫ് ബ്രെയിനിന് സാധിക്കും. പക്ഷേ ആ ആപ്പിൾ എന്ന് എഴുതിയിരിക്കുന്നത് ആപ്പിൾ എന്ന ഫ്രൂട്ട് ആണെന്നും അത് കഴിക്കാൻ പറ്റുന്ന ഒന്നാണെന്നും
റൈറ്റ് സൈഡ് ഓഫ് ബ്രെയിനും കൂടെ ഉണ്ടെങ്കിലേ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ബ്രെയിനിന്റെ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിനെയും പറ്റി സ്പെറിയുടെ കണ്ടെത്തലുകൾ ഏകദേശം ശരിയാണ്. പല പല സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് പല കാര്യങ്ങളും നിർവഹിക്കാനായിട്ട് ബ്രെയിനിലുണ്ട്. ഫോർ എക്സാമ്പിൾ സ്പീച്ചിനൊരു ഏരിയ, സെൻസേഷനൊരു ഏരിയ, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ലോജിക്ക്, ക്രിയേറ്റിവിറ്റി എന്നിങ്ങനെ പറഞ്ഞ് നമുക്ക് വേർതിരിച്ച് എടുക്കാൻ പറ്റുന്ന തരത്തിലൊന്നും റൈറ്റിലും ലെഫ്റ്റിലും ഏരിയകളില്ല എന്നുള്ളതാണ് വസ്തുത. മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു മാത്തമാറ്റീഷ്യനെയും ആർട്ടിസ്റ്റിനെയും എടുത്തിട്ട് രണ്ടുപേരുടെ ബ്രെയിനും നമ്മൾ സ്കാൻ ചെയ്താലും ഒരേ ആക്ടിവിറ്റി ആയിരിക്കും റൈറ്റും ലെഫ്റ്റ് ബ്രെയിനിലും കിട്ടുന്നത്. അല്ലാതെ മാത്തമാറ്റീഷ്യന് ലെഫ്റ്റ് സൈഡ് ഓഫ് ബ്രെയിനിൽ കൂടുതൽ ആക്ടിവിറ്റിയും ആർട്ടിസ്റ്റിന് റൈറ്റ് സൈഡ് ഓഫ് ബ്രെയിനിൽ കൂടുതൽ ആക്ടിവിറ്റിയും അങ്ങനെയൊന്നുമില്ല. ഇനി ഇവരുടെ രണ്ടുപേരുടെയും മരണശേഷം ഓട്ടോപ്സിയിൽ നമ്മൾ ബ്രെയിൻ എടുത്ത് ഹിസ്റ്റോളജിക്കലി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും സ്ട്രക്ചറലി ഇവരുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രെയിൻ തമ്മിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഇത് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ആളുകളെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ സ്ട്രോക്ക് വന്ന പേഷ്യന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വാസ്കുലർ ഡിസീസ് ഉള്ള പേഷ്യന്റ്, അങ്ങനെയുള്ള ആൾക്കാരിൽ ചില ഏരിയാസിലേക്ക് ബ്ലഡ് സപ്ലൈ കുറയുകയും ആ ഏരിയ ലെസ് ആക്റ്റീവും മറ്റ് ഏരിയകൾ മോർ ആക്റ്റീവും ആകാറുണ്ട്. മിക്കവാറും സ്ട്രോക്ക് പേഷ്യൻസിനൊക്കെ ഒരു സൈഡ് പോയി കഴിഞ്ഞാൽ ആ സൈഡ് കൺട്രോൾ ചെയ്യുന്ന അവരുടെ ഓപ്പോസിറ്റ് സൈഡിൽ വീക്ക്നെസ് വരാറുണ്ട്. അതുപോലെ തന്നെ ബ്രെയിനിന്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടുതൽ സ്ട്രോങ്ങും ഡോമിനന്റും ആകാറുണ്ട്. വീക്ക് ആയിട്ടുള്ള സൈഡിനെ കമ്പയർ ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്തായാലും ഇത്രയൊക്കെ ഞാൻ സയന്റിഫിക് എക്സ്പ്ലനേഷൻ തന്നാലും നമ്മുടെ മനസ്സിന് എപ്പോഴും ഒരു സൈഡ് ഡോമിനന്റ് ആണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രിഫറൻസോ ഒരു ചായ്വോ ഉണ്ട്. അത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ട്. അതിനൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൈ, കാല്, കണ്ണ് ഇതിനൊക്കെയുള്ള വ്യത്യാസങ്ങളുടെ ഡോമിനൻസ് ഇതൊക്കെ നമുക്ക് ബ്രെയിനിലേക്കൂടെ പ്രൊജക്ട് ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ട്. അതാണ് നമുക്ക് കൂടുതലും സെൻസ് ഉള്ളതായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻറ്റ്യൂഷൻ അങ്ങനെയാണ്. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ എപ്പോഴും കാറ്റഗറൈസ് ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. മനുഷ്യന്റെ സൈക്കോളജി അങ്ങനെയാണ്. ഇപ്പം എന്നെ ഒരാൾ എൻ്റെ ഇന്ന സൈഡ് ഓഫ് ബ്രെയിൻ ഡോമിനന്റ് ആയതുകൊണ്ട് നീ ക്രിയേറ്റീവ് ആണ് അല്ലെങ്കിൽ ലോജിക്കൽ ആണ് എന്ന് പറയുന്നത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ എൻ്റെ സിമിലർ ആയിട്ടുള്ള ആൾക്കാരുമായിട്ടും കണക്റ്റഡ് ആവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം ഒരു സൈക്കോളജി അതിന്റെ പിന്നിലുള്ളത് കൊണ്ടാണ് ഇത് അൺസയന്റിഫിക് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്നത്. പലതരം പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ, അത് സയന്റിഫിക് ആയിക്കോട്ടെ അൺസയന്റിഫിക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഹോറോസ്കോപ്പ്, ഇതൊക്കെ വായിക്കാൻ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും ഇതേ സൈക്കോളജി കാരണമാണ്. അതിനകത്ത് കുറച്ച് പോസിറ്റീവ് ട്രേറ്റ്സ് എന്തായാലും നമുക്ക് കിട്ടും. അത് നമ്മൾ സൈലന്റ്ലി എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഇതിലും ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള അൺസയന്റിഫിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റ് എടുപ്പിച്ചു. അതിനുശേഷം അതിന്റെ റിസൾട്ടിൽ അവർ സംതൃപ്തരാണോ, അവരുടെ പേഴ്സണാലിറ്റിയായിട്ട് അലൈൻ ചെയ്യുന്ന പേഴ്സണാലിറ്റിയാണ് അവർക്ക് കിട്ടിയതെന്ന് ചോദിച്ചു. മെജോറിറ്റി ആൾക്കാരും അവർക്ക് അതാണ് കിട്ടിയത് എന്നാണ് പറഞ്ഞത്. അതിന് കാരണം അതിനകത്ത് സറ്റിൽ ആയിട്ടുള്ള കോംപ്ലിമെന്റ്സ് റിസർച്ചേഴ്സ് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കോംപ്ലിമെന്റ്സ് അവരുടെ പേഴ്സണാലിറ്റി ടൈപ്പിൽ നിന്ന് കിട്ടിയത് കൊണ്ട് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അവരത് അവരുടെ ക്യാരക്ടറായിട്ട് റിലേറ്റ് ചെയ്യുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്തുകൊണ്ടാണ് അവർ അതിനോട് എഗ്രി ചെയ്തത്. എന്തായാലും നിങ്ങൾ സ്വയം എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്? ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളായിട്ടാണോ, ലോജിക്കൽ ആയിട്ടുള്ള ആളായിട്ടാണോ, അതോ രണ്ടും കൂടി ഉള്ള ആളായിട്ടാണോ എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.